നമസ്കാരം. യുദ്ധസംഘർഷത്തിൽ ഇറാന്റെ കരുത്തിൽ അമ്പരന്നു നിൽക്കുകയാണ് ഇസ്രയേലിനെയും അമേരിക്കയും. അതായത് ഇറാന്റെ മിസൈൽ പ്രയോഗത്തിന്റെ വർധനവും വേഗതയും ഇസ്രയേലിനെയും അമേരിക്കയും ഒരുപോലെയാണ് അമ്പരപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം ഇറാനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ഇറാൻ മിസൈൽ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഇക്കാര്യം ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ആക്രമണങ്ങളും വേഗത്തിലുള്ള വിക്ഷേപണങ്ങളും വരാനിരിക്കുന്ന കൂടുതൽ ആക്രമണാത്മക പ്രതികാര നടപടികളുടെ ഭയം ഉയർത്തുന്ന കൂടിയാണ്. അക്കാര്യം ഈ റിപ്പോർട്ടുകൾ കൃത്യമായി നിഴലിക്കുന്നുണ്ട്. പ്രധാന ഇസ്രയേലി കേന്ദ്രങ്ങളിൽ ഇറാൻ തുടർച്ചയായി നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഇറാന്റെ തന്ത്രങ്ങളിലെ പ്രകടമായ മാറ്റത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇസ്രയേൽ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാർച്ച് 1 മുതൽ മിസൈൽ വിക്ഷേപണങ്ങളുടെ വേഗതയിലുണ്ടായ ഗണ്യമായ വർധനവ് ഇസ്രയേൽ അധികൃതർ നിരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഇറാന്റെ തന്ത്രപരമായ നീക്കം വിജയം കാണുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. സമീപ ദിവസങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ കുറവായിരുന്നു എങ്കിലും ഓരോ മിസൈൽ ആക്രമണത്തിന്റെയും വലിപ്പം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാൻ ഇപ്പോൾ ഒരു ആക്രമണ തരംഗത്തിന്റെയും ഇസ്രയേലിലേക്ക് മാത്രം 20 മുതൽ 30 വരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇത് തന്നെ മുൻ രീതികളിൽ നിന്നും കുത്തനെ ഉയർന്ന തോതിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇറാൻ കൂടുതൽ വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുണ്ട് എന്ന ഇസ്രയേലിന്റെ വിലയിരുത്തലുകളെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒരു വൻ ആക്രമണത്തിൽ 80 മുതൽ 90 വരെ മിസൈലുകൾ പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണിയെ ഗൗരവത്തിൽ കണ്ട് അതീവ ജാഗ്രത പാലിക്കുവാനും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുവാനും പൊതുജനങ്ങളോടും ഇസ്രായേൽ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ യമൻ ആസ്ഥാനമായുള്ള ഹൂതി സൈന്യം ആക്രമണത്തിൽ കൂടുതലായി പങ്കുചേരുമെന്നും ഇസ്രയേലി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം നടത്തുന്നുവെന്നും ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾക്ക് മുകളിലൂടെയുള്ള ആകാശം ആകെ ഇസ്രയേലിലേക്ക് പറക്കുന്ന ഇറാനിയൻ മിസൈലുകളാൽ മൂടപ്പെട്ടതായുള്ള അവസ്ഥയാണ് നിലവിൽ. പലസ്തീൻ പ്രാദേശിക വാർത്താ സ്രോതസ്സുകൾക്ക് മാർച്ച് 3 പുറത്തുവിട്ട ദൃശ്യങ്ങളും ഇത് വ്യക്തമാക്കുന്നതാണ്. ഇസ്ലാമിക വിപ്ലവ നേതാവായ ആയത്തുള്ള സയ്യിദ് അൽ ഖമനേനിയും നിരവധി ആളുകളെയും രക്തസാക്ഷികളാക്കിയ ഇറാന്റെ മണ്ണിൽ നിന്നുമുള്ള പ്രതികാരം അതിന്റെ തീവ്രതയിൽ തുടരുമ്പോൾ ഇസ്രയേലിന്റെ അയൺ ഡോം അമേരിക്കയുടെ താഡും സംവിധാനവും തകർക്കപ്പെടുന്നതാണ്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇസ്രായേൽ നിലവിലുള്ളത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാന്റെ സൈനിക ഓപ്പറേഷൻ ഇപ്പോഴും ഇടവേളകളില്ലാതെ തുടരുന്നു. മേഖലയിൽ ഇത് ആകെ അശാന്തി പടർത്തുകയാണ്. ഇറാന്റെ പ്രതികരണത്തിന് 2 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതു തന്നെയാണ്. രണ്ടാമത്തെ പ്രകോപനം എന്നാൽ മിനാബിലെ പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാലയത്തിനു നേരെ അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും നടത്തിയ മാരകമായ ആക്രമണമാണ്. അതിന്റെ ഫലമാണ് ഏകദേശം 170 വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കൊല്ലപ്പെട്ടിരുന്നത്. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ ഫലപ്രദമല്ല എന്ന് തെളിയിക്കപ്പെട്ടതായാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ പറയുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് അമേരിക്കയും ഇസ്രയേലുമായി നടത്തിയ സൈനിക ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വരുന്ന ഇറാനിയൻ മിസൈലുകളെ തടയുന്നതിനോ നിർവീര്യമാക്കുന്നതിനോ അയൺ ഡോം പരാജയപ്പെടുന്നു എന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നത്. പുറത്തു വന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധത്തിന്റെ ഒന്നിലധികം പാളികളിലേക്ക് തുളച്ചു കയറി ലക്ഷ്യങ്ങളിൽ പതിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു. ഇതോടെ അയൺ ഡോമിൽ അഭിമാനം കൊണ്ട ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടിയാണ് നാണം കെട്ടിരിക്കുന്നത്. കൂറ്റൻ കെട്ടിടങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ഇസ്രായേൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ കുത്തനെ ഉയരാനുള്ള സാധ്യതയുമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.